നമസ്കാരം. റേഡിയോ മുക്കം സൺഡേ സ്പെഷ്യൽ സ്റ്റോറി. തുരങ്കപാത യാഥാർത്ഥ്യമാകുമ്പോൾ ഇത് വയനാടൻ മലയോര മണ്ണിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. കേരളത്തിൻ്റെ വികസന കുതിപ്പിൻ്റെ മാറുന്ന മുഖം. വിനോദസഞ്ചാര രംഗത്ത് പുത്തനുണർവിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് വഴി തുറക്കുന്ന തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയായി. ചുരത്തിന് ബദലായി തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ സ്വർഗ്ഗക്കുന്ന് മുതൽ വയനാട്ടിലെ കള്ളാടി വരെ എത്തുന്ന വിനിമയപാതയാണ് തുരങ്കപാതയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. 8.1 കിലോമീറ്റർ 2134 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഇരട്ട ടണൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പാതയുടെ നിർവഹണ ഏജൻസി. നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് പാരിസ്ഥിതിക അനുമതി നേടി 4 വരി ഗതാഗത സംവിധാനത്തോടെയാണ് പദ്ധതി നടപ്പിലാവുന്നത്. പാലവും അപ്രോച്ച് റോഡും ടണൽ പാത തുടങ്ങി 2 പാക്കേജുകൾ അടങ്ങിയ പദ്ധതി. ടണൽ വെന്റിലേഷൻ, അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, CCTV തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാകും. വയനാടൻ മലനിരയുടെ മുഖച്ഛായ മാറ്റുന്ന തുരങ്കപാത പ്രകൃതിയോടിണങ്ങുന്ന മറ്റൊരു വിസ്മയ കാഴ്ചയായി മാറും. നിറസൗന്ദര്യത്തിൻ്റെ സൗഹൃദാന്തരീക്ഷം നാടിൻ്റെ പെരുമ കാക്കും. എല്ലാ അർത്ഥത്തിലും തുരങ്കപാത വിസ്മയ ദൃശ്യമൊരുക്കും. 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാത ഇരു സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയ്ക്കും സൗകര്യമൊരുക്കും. തുരങ്കപാത യാഥാർത്ഥ്യമാക്കാൻ അരങ്ങിലും അണിയറയിലും കരുത്തു പകർന്നു നൽകിയ പ്രിയപ്പെട്ടവർക്ക് അഭിനന്ദനങ്ങൾ. കാലത്തിൻ്റെ കുതിപ്പിനൊപ്പം നമ്മളും മാറുകയാണ്. ഇനിയും തുടരട്ടെ മാറ്റത്തിൻ്റെ വികസന കുതിപ്പ്.